വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിതയുമായിട്ട് ആ റോഡരികിൽ നിന്ന് സംസാരിക്കുകയാണ് ശാലിനി. അന്നേരം എത്ര കാലം നീ സത്യാമ്മയുടെ വീട്ടിൽ സപ്രപഞ്ചം കട്ടിൽ കിടന്ന് സൂഹിക്കാൻ പോകുന്നു എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ എനിക്ക് മടുപ്പ് തോന്നിടത്തോളം കാലം ഞാനവിടെ ജീവിക്കും കഴിയുമെന്നൊക്കെ അങ്ങ് സുസ്മിത പറയുമ്പോൾ വിഷ്ണുവേട്ടനും പ്രീതിയുടെ കുഞ്ഞും ഈ ശാലിനിയും കൂടി അവിടെ നിന്ന് പടി ഇറങ്ങി പോകുമ്പോൾ ഈ ഒരു ബഹളത്തിൻ്റെ ഒക്കെ ഇടയ്ക്ക് നീ മറന്ന ഒരു പേരുണ്ട്, രോഹിത് എന്ന് പറയുമ്പോൾ സുസ്മിത അന്തം വിടുകയാണ്. രോഹിത് മടങ്ങി വരുന്നവരെ മാത്രമേ ഉള്ളൂ നിന്റെ ഈ സപ്രപഞ്ചക്കട്ടിലെ സുഖവാസമൊക്കെ. അത് കഴിയുമ്പോൾ സത്യമ്മ തന്നെ നിന്നെ ഒരു അട്ടയെ തൂക്കിയിടുന്നത് പോലെ എടുത്ത് പുറത്തേക്ക് എറിയും. പിന്നെ നിനക്ക് സുഖവാസമല്ല ജയിൽവാസമാണെന്ന് പറയുമ്പോൾ സുസ്മിത ആകെ പേടിച്ച് നിൽക്കുകയാണ്. പക്ഷേ ആ ഭാവം മാറ്റാനായിട്ട് സുസ്മിത പറയുന്നുണ്ട്, ഇപ്പോൾ രോഹിത് മടങ്ങി വന്നാൽ എന്താ, രോഹിത് സൂയിസൈഡ് പോയിന്റിൽ നിന്നും തനിയെ താഴേക്ക് വീണതല്ലേ എന്ന് പറഞ്ഞിട്ട് ശാലിനിക്ക് മുഖം കൊടുക്കുന്നില്ല. കണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിച്ച് ആകെ വിയർത്ത് പേടിച്ച് നിൽക്കുകയാണ്. ശാലിനി ഇങ്ങനെ കുറേ നേരം രൂക്ഷമായിട്ട് സുസ്മിതയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അപ്പോൾ രോഹിത് താഴേക്ക് വീണതല്ലേ എന്ന്. സുസ്മിതയെ, നിന്റെ ആ ചോദ്യത്തിൽ തന്നെ ആ പഞ്ചകൈലാസത്തിൽ എന്താണ് നടന്നതെന്നെല്ലാം നിന്റെ കണ്ണുകളിലൂടെ എനിക്ക് വായിച്ചെടുക്കാം. ആരുടെ മുമ്പിൽ നീ അഭിനയിച്ച് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും എൻ്റെ മുമ്പിൽ അത് വേണമെന്നില്ല. നീ നിന്റെ മനസാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി രോഹിത് മടങ്ങി വന്നിട്ട് കാണാം. യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിത ആകെ അങ്ങ് വിളറി വെളുത്ത് നിൽക്കുകയാണ്. ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് ശാലിനി അങ്ങ് പോകുന്നുണ്ട്. അന്നേരം ശാലിനി പോകുന്നത് നോക്കി നിൽക്കുന്ന സുസ്മിത മനസ്സിൽ കരുതുകയാണ്, ഇനി ശാലിനി പറഞ്ഞ പോലെ രോഹിത് തിരിച്ചു വരുമോ, വന്നാൽ ഇവള് പറഞ്ഞതുപോലെയൊക്കെ തന്നെ സംഭവിക്കും. ഈ പിശാചിനെ കാണാനായിട്ട് വരണ്ടായിരുന്നു, ഉള്ള മനസ്സമാധാനം കൂടി പോയി, ഇനി എന്തോ ചെയ്യുമെന്നും പറഞ്ഞ് അങ്ങനെ സുസ്മിത ചിന്തിച്ച് റോഡിൽ നിൽക്കുന്നവരെയാണ് ആ സീൻ കാണിക്കുന്നത്. ഇതേ സമയം അർജുനാണെങ്കിൽ ഗോപാലകൃഷ്ണനെയും ശാരദാമ്മയെയും സ്റ്റേഷനിൽ നിന്ന് കോടതിയിൽ ജാമ്യത്തിൽ ഇറക്കുന്നുണ്ട്. തുടർന്ന് ജാമ്യത്തിൻ്റെ വസ്തുതകളൊക്കെ പറയുകയാണ്. ശാരദാമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, കേസ് പിൻവലിച്ചത് കൊണ്ട് രാജിയായി, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഗോപാലേട്ടൻ്റെ കാര്യം അങ്ങനെയല്ല, 2 ആൾ ജാമ്യവും 2 ലക്ഷം രൂപയുമാണ് കെട്ടിവച്ചിരിക്കുന്നത്. ഈ ജില്ല വിട്ട് പോകാൻ പാടില്ല, ആഴ്ചയിൽ 2 ദിവസം വന്ന് ഒപ്പിടണം, അത് മുടങ്ങിയാൽ ജാമ്യക്കാർക്കാണ് കേടുപാട് എന്നൊക്കെ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ വീട്ടിലേക്കല്ലേ ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് അർജുൻ പറയുമ്പോൾ ഇല്ല, എനിക്ക് വേറൊരു ഇടത്ത് പോകാനുണ്ടെന്ന് പറയുന്നുണ്ട്. അന്നേരം എവിടേക്കാണെന്ന് അർജുൻ ചോദിക്കുമ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്, ഞാൻ പിന്നെ പറയാമെന്ന് ശാരദാമ്മ പറയുകയാണ്. പിന്നീട് അർജുനൊന്നും ചോദിക്കുന്നില്ല. തുടർന്ന് അർജുൻ പോകാൻ തുടങ്ങുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, മോൻ ശാരദയുടെ വീട് വഴിയാണ് പോകുന്നതെങ്കിൽ ഞാൻ കൂടി വരുന്ന, എന്നെ പറയുന്നിടത്ത് ഇറക്കിയാൽ മതിയെന്ന്. അന്നേരം വാന്ന് വിളിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണനെയും കാറിൽ കയറ്റിക്കൊണ്ട് അർജുൻ പോവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് വിഷ്ണു കുഞ്ഞിനെയും കൊണ്ട് മുറ്റത്ത് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശാലിനി സാധനങ്ങളൊക്കെ ആയിട്ട് വരികയാണ്. അന്നേരം ശാലിനിയുടെ കയ്യിലെ സാധനങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇതൊക്കെ വാങ്ങിക്കാൻ എവിടെ നിന്നാണ് പൈസ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് ശാലിനി ഒരു കള്ളം പറഞ്ഞ് ഒപ്പിക്കുകയാണ്. വഴിയിൽ വെച്ച് ശങ്കരേട്ടനെ കണ്ടു, ശങ്കരേട്ടൻ മഞ്ഞപ്പിത്തമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ കുറച്ച് രൂപ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അത് തിരികെ തന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണെന്ന് പറയുമ്പോൾ ആ പാവത്തിൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് കാശ്, വാങ്ങിക്കണ്ടായിരുന്നു എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. പക്ഷേ വിഷ്ണു അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചില്ല. ശാലിനി പറയുന്നത് വിശ്വസിക്കുന്നത് പോലെ നടിച്ചിട്ട് തന്നെയാണ് അങ്ങനെ ചോദിക്കുന്നത്. അന്നേരം ശങ്കരേട്ടന് ലോട്ടറി എടുക്കുന്ന ശീലമുണ്ട്. ഒരുപാട് ലോട്ടറികൾ ഒരേപോലെ വരുന്ന നമ്പറുകൾ ഒരുമിച്ച് എടുക്കുന്നുണ്ട്. ഇന്നലെ അപ്പോൾ 5 നമ്പർ 5000ൻ്റെ 5 നമ്പർ ഒന്നിച്ച് അടിച്ചു. അപ്പോൾ കടം കൊടുക്കാനുള്ളവരെ തേടി ഇറങ്ങിയപ്പോഴാണ് എന്നെ കണ്ടത്. കുഞ്ഞിത് വച്ചോ, ആവശ്യത്തിന് സഹായിച്ചല്ലേ എന്ന് പറഞ്ഞ് കണ്ണൊക്കെ നിറച്ച് കാണിച്ചപ്പോഴാണ് ഞാൻ വാങ്ങിച്ചത് എന്ന് പറയുന്നുണ്ട്. അന്നേരവും വിഷ്ണു അങ്ങ് ആകെ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയൊന്നും അറിഞ്ഞിട്ടല്ല, ആവശ്യത്തിന് പിന്നെയും വാങ്ങിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് കയ്യിൽ വെച്ച് തന്നപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് വേണ്ടാന്ന് പറയുന്നത്, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു, പാറക്കുട്ടിയെ കിടത്താനും കുറേ ഉടുപ്പുകളും പിന്നെ അടുക്കളയിലേക്ക് വേണ്ടുന്ന പാത്രങ്ങളെന്നൊക്കെ പറഞ്ഞ് എല്ലാം കാണിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിൻ്റെ മുഖത്തും സന്തോഷം വരുന്നുണ്ട്. അതിനുശേഷം ശാലിനി കുറച്ച് പൈസ, ബാക്കി പൈസ 10000 രൂപയുടെ കണക്കൊക്കെ പറയുന്നുണ്ട്. 10000 രൂപയാണ് കൊടുത്തിരുന്നത്, അത് വാങ്ങിച്ചു എന്നൊക്കെ. അതിനുശേഷം ബാക്കി പൈസ ബാഗിൽ നിന്നും എടുത്ത ശേഷം വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇതാ ബാക്കി പണം എന്ന് പറഞ്ഞ് നീട്ടുകയാണ്. അന്നേരം വിഷ്ണു വിട്ട് നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതിനി ആവശ്യങ്ങളൊക്കെ ഉള്ള താൻ തന്നെ വെച്ചോ എന്ന് പറയുന്നുണ്ട്. അന്നേരം അതെന്താ വിഷ്ണുവേട്ടാ, എൻ്റെ പണം വിഷ്ണുവേട്ടൻ്റെയും കൂടിയല്ലേ, ആവശ്യങ്ങളുണ്ടല്ലോ, വിഷ്ണുവേട്ടൻ തന്നെ കൈ വെച്ചാൽ മതി എന്നും പറഞ്ഞ് അത് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് ശാലിനിയെ വെച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഇങ്ങനെ സന്തോഷത്തോടെ കണ്ണ് നിറഞ്ഞിട്ട് തന്നെ വിഷ്ണുവിനെ നോക്കുമ്പോൾ വിഷ്ണു അങ്ങ് ചിരിച്ച് തല കുലുക്കുകയാണ്.
തുടർന്ന് സത്യഭാമയെ കണ്ട കാര്യവും വിഷ്ണുവിനോട് ശാലിനി പറയുന്നുണ്ട്. അന്നേരം എവിടെ വെച്ച് കണ്ടു എന്ന് ചോദിക്കുമ്പോൾ എന്നെ അന്വേഷിച്ച് എന്നെ കാണാനായിട്ട് ഇറങ്ങിയതാണെന്ന് തന്നെ തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ആ നടന്ന സംഭവങ്ങളൊക്കെ ശാലിനി പറയുകയാണ്. അന്നേരം ആ ഔദാര്യം താൻ സ്വീകരിച്ചിരുന്നെങ്കിൽ ഞാൻ ഇല്ലാതായി പോയേനെന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം ഞാൻ അങ്ങനെ ചെയ്യുമോ വിഷ്ണുവേട്ടാന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് എൻ്റെ വീട്ടുകാരുടെ തൻ്റെ വീട്ടുകാരുടെ ആരുടെയും സഹായമില്ലാതെ നമുക്ക് ജീവിച്ച് കാണിക്കണം ശാലിനി എന്നിങ്ങനെ വിഷ്ണു വാശിയോടെ പറയുമ്പോൾ ശാലിനിക്ക് അവിടെ ഉത്തരമില്ലാതാകുന്നുണ്ട്. കാരണം ശാലിനിയുടെ വള വാങ്ങി പണയം വെച്ചാണല്ലോ ശാലിനി ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അന്നേരം ശാലിനി ഇങ്ങനെ മുഖം കുനിച്ച് നിൽക്കുമ്പോൾ എന്താ ശാലിനി എന്താ താനൊന്നും പറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവേട്ടൻ്റെ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും എന്നങ്ങ് ശാലിനി പെട്ടെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഞാനിതൊക്കെ എടുത്ത് അകത്ത് വെക്കട്ടെ എന്നും പറഞ്ഞ് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് ശാലിനി അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് കമലം കുറേ സാധനങ്ങളുമായിട്ട് വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ആശാനെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. മണ്ണെണ്ണ, സ്റ്റൗ, അരി, പലചരക്ക്, തക്കാളി, സവാള എന്നൊക്കെ പറഞ്ഞ് എല്ലാം അങ്ങ് മറത്തേക്ക് വെക്കുകയാണ്. അന്നേരം താൻ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാനത് ചൂണ്ടിയൊന്നുമല്ല കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം നീ പൈസ കൊടുത്ത് വാങ്ങിയെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതേന്ന് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് കമലം പറയുകയാണ്. പക്ഷേ കമലം വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കുന്നില്ല. അന്നേരം വിഷ്ണു കമലിൻ്റെ കൈ ഇങ്ങോട്ട് പിടിച്ചിട്ട് സത്യം പറയടാന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ പിടിച്ച് പെട്ടെന്ന് അങ്ങ് അമർത്തുകയാണ്. അന്നേരം കമൽ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. വേദന കൊണ്ട് കമൽ രണ്ടു കാലും അങ്ങ് പൊക്കി തനിയെ നിവരുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം അത് കടം വാങ്ങിച്ചതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇവിടെ നിനക്കാരാണ് കടം തരാൻ സത്യം പറയടാൻ ഒന്നുകൂടി കൈ അമർത്തുമ്പോൾ അത് ആശാൻ്റെ പേര് പറഞ്ഞ് വാങ്ങിയതാണ് എന്നിങ്ങനെ കമലം പറയുകയാണ്. അന്നേരം ഞാൻ കടം മേടിച്ചതാണെങ്കിലും എന്തെങ്കിലും ജോലി എടുത്ത് വീട്ടിൽ കൊള്ളാം എന്നൊക്കെ കമലം പറയുന്നുണ്ട്. തുടർന്ന് എത്ര രൂപയെന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം ഒന്നുകൂടി നോക്കിയിട്ട് 1500 എന്നങ്ങ് പെട്ടെന്ന് പറയുകയാണ്. അന്നേരം സത്യം പറയടാന്നും പറഞ്ഞ് ഒന്നുകൂടി തോളിലേക്ക് കൈവച്ചൊന്ന് അമർത്തുകയാണ്. അന്നേരം 4500 എന്ന് പെട്ടെന്ന് അങ്ങ് കമലം പറയുന്നുണ്ട്. അന്നേരം സത്യഭാമയുടെ മകൻ എന്ന പേരിൽ എനിക്ക് ഇനി ആരുടെയും ഔദാര്യം ആവശ്യമില്ല എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്നും പൈസ എടുത്ത് 4500 രൂപ എണ്ണി കമലിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. നീ ഇത് കൊടുത്ത് ആ കടം അങ്ങ് വീട്ടിൽ തരാം എന്നങ്ങ് വിഷ്ണു പറയുന്നുണ്ട്. ഈ സമയത്താണ് ശാലിനി അകത്തു നിന്നും പുറത്തേക്ക് വരുന്നത്. ശാലിനി അത് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. വിഷ്ണുവേട്ട സ്റ്റൗ മാത്രം വാങ്ങിച്ചില്ല, അതില്ല, സ്റ്റൗ ഇല്ലാതെ എങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന്. അന്നേരം കമലം പറയുകയാണ്, ചേട്ടത്തി അമ്മയ്ക്ക് ഇത്ര വിവരമില്ലാതായി പോയില്ല, അതേ സ്റ്റൗ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അതങ്ങ് എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് പാല് വെച്ചങ്ങ് നടത്താമെന്ന് കമലം പറയുകയാണ്. അന്നേരം വിഷ്ണു ശാലിനി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സ്റ്റൗ ഒക്കെ എടുത്ത് വെച്ച ശേഷം കമലം പറയുകയാണ്, അതെ ആശാനെ ചെറിയൊരു പ്രശ്നമുണ്ട്, ഈ പാലില്ലാതെ പാല് വെച്ച് നടത്താൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അതിനു മുന്നേ സ്റ്റൗ എടുത്ത് കാണിച്ചിട്ട് കമലം പറയുന്നുണ്ട്, ഞാൻ പഠിക്കാൻ പോകാൻ നന്നായി, അല്ലെങ്കിൽ ഏട്ടത്തിയമ്മയേക്കാൾ IAS മുകളിൽ ഞാൻ എത്തിയേനെ, ഏട്ടത്തിയമ്മ സ്റ്റൗ വാങ്ങിച്ചില്ലല്ലോ, ഞാനല്ലേ വാങ്ങിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ഇട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ പാലില്ല എന്നുള്ള കാര്യം പറയുന്നത്. തുടർന്ന് കമലം പറയുന്നുണ്ട്, അല്ല വിഷ്ണു പറയുകയാണ്, നീ എന്തായാലും പഠിച്ചില്ല എന്ന് പറഞ്ഞില്ലേ, അതെന്തായാലും നന്നായി, പാലില്ലാതെ പാല് കാച്ച് നടത്താം എന്ന് പറഞ്ഞതുപോലെ ടയറില്ലാതെ നീ വണ്ടി ഓടിച്ചേനെ എന്ന് പറഞ്ഞിങ്ങനെ കമലിൻ്റെ തോളിലേക്ക് പിടിക്കുകയാണ്. തുടർന്ന് കമലം പറയുന്നുണ്ട്, ഞാൻ പോയി 2 മിനിറ്റ് ഇപ്പോൾ പോയി പാല് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, വേണ്ട ഞാൻ പോയിട്ട് വരാം, നീ പോയി അമ്മയും വിജിലെയൊക്കെ വിളിച്ചുകൊണ്ട് വാന്ന്. അന്നേരം ഞാൻ പോയിട്ട് വരാമെന്നിങ്ങനെ വിഷ്ണു ശാലിനിയോട് പറയുമ്പോൾ കമലിനെയും തോളി പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. നീ എന്തായാലും പഠിക്കാൻ നന്നായി, ഒരു IAS എന്നൊക്കെ കളിയാക്കിക്കൊണ്ടാണ് കമലിന് വിഷ്ണുവും കൂടി പോകുന്നത്. തുടർന്ന് വിഷ്ണു പാല് വാങ്ങിക്കാനായിട്ട് കടയിൽ ചെല്ലുമ്പോൾ അവിടെ പത്രം വായിച്ചുകൊണ്ട് ശങ്കരേട്ട നിൽക്കുകയാണ്. അന്നേരം എന്താണ് ശങ്കരേട്ട വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ആ മഴയായിട്ട് പണിയൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു 2 പേർ പാല് പറയുമ്പോൾ അത് 60 രൂപയെന്ന് പറയുകയാണ്. തുടർന്ന് വിഷ്ണു 500 നോട്ട് കൊടുക്കുമ്പോൾ കടക്കാരൻ ചില്ലറ ഇല്ല എന്ന് പറയുന്നുണ്ട്. തുടർന്ന് അവിടെ ലോട്ടറി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് അതിന് എത്ര വിലയെന്ന് ചോദിക്കുമ്പോൾ 40 എന്ന് പറയുന്നുണ്ട്. അന്നേരം അതും കൂടി എടുത്തു, അപ്പം 100 ആയില്ലേ, അപ്പോൾ ബാക്കി തരാൻ കാണില്ലേന്ന് ചോദിക്കുമ്പോൾ കടക്കാരുണ്ടെന്ന് പറഞ്ഞ് ബാക്കി എടുക്കാൻ പോവുകയാണ്. അതേസമയം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, കുടുംബശ്രീയിലേക്ക് പോകാറില്ലേ എന്നൊക്കെ വിഷ്ണു ശങ്കരേട്ടനോട് ചോദിക്കുകയാണ്. അന്നേരം ശാരദാമ്മ ജയിലിലായതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാറില്ല എന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മ ഇന്ന് ഇറങ്ങും എന്ന് വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് ആ ലോട്ടറി വാങ്ങിച്ച ശേഷം വിഷ്ണു ശങ്കരേട്ടന് കൊടുക്കുകയാണ്. ഇത് ശങ്കരേട്ടൻ വെച്ചോ, ഇതിന് പൈസ ഒന്നും തരണ്ട, എൻ്റെ ഒരു സമ്മാനമാണ്, ഇനിയിപ്പോൾ ഫസ്റ്റ് പ്രൈസ് അടിച്ചാലും അത് ശങ്കരേട്ടൻ എടുത്തോന്ന് ഇങ്ങനെ വിഷ്ണു സന്തോഷത്തോടെ പറയുകയാണ്. അന്നേരം ശങ്കരേട്ടൻ പറയുകയാണ്, ഇതെനിക്ക് വേണ്ട മോനെ, ഈ ഭാഗ്യ ചീട്ടിലൊന്നും എനിക്ക് വിശ്വാസമില്ല, മേലെ ഞങ്ങൾ പണിയെടുത്ത് ആഹാരം കഴിക്കണം,
ജീവിക്കണം എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു പെട്ടെന്ന് ആലോചിക്കുകയാണ് ശാലിനി ആ പറഞ്ഞ കാര്യങ്ങൾ. ശങ്കരേട്ടൻ ഒരുമിച്ച് ലോട്ടറി എടുക്കും, ഇന്ന് ലോട്ടറി അടിച്ചു, ആ പൈസ തന്നു എന്നതൊക്കെ. അന്നേരം ഒരു നിമിഷം ശാലിനിയെ വിഷ്ണു അവിശ്വസിക്കുകയാണ്. തുടർന്ന് വിഷ്ണു മോൻ എന്താ ഇവിടെയും ചോദിക്കുമ്പോൾ ആദ്യം വിഷ്ണു അത് കേൾക്കുന്നില്ല. കാരണം വിഷ്ണു ശാലിനി പറഞ്ഞ ആ കാര്യങ്ങൾ ഓർത്തിരിക്കുകയായിരുന്നു. അന്നേരം എന്താ ചോദിച്ചതെന്ന് ഒന്നുകൂടി ചോദിക്കുമ്പോൾ എന്താ ഇവിടെയെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞങ്ങൾ ഇവിടെ ഒരു വീടെടുത്ത് താമസിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ആണോ, എങ്കിലും ഞാൻ കൂടി വരാം, ശാലിനി മോളെ കണ്ടിട്ട് ഒത്തിരി നാളായി എന്നിങ്ങനെ ശങ്കരേട്ടൻ പറയുമ്പോൾ വിഷ്ണുവിന് മനസ്സിലാവുകയാണ് ശാലിനി തന്നോട് പറഞ്ഞത് കള്ളമാണെന്നുള്ള കാര്യം. എന്നിട്ട് ഒന്നുകൂടി ശങ്കരേട്ടൻ ചോദിക്കുന്നുണ്ട് ഞാൻ കൂടി വരട്ടെ എന്ന് വീട്ടിലേക്ക്. അന്നേരം ഇന്ന് വേണ്ട ശങ്കരേട്ട, കയ്യിലിരിക്കുന്നത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നറിയട്ടെ, പിന്നെ ഒരു ദിവസം വന്നാൽ മതി എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് ആകെ വിഷമിച്ചു പോവുകയാണ്. സംഭവം ഒന്നും മനസ്സിലാകാതെ ശങ്കരേട്ടൻ നിൽക്കുകയാണ്. വിഷ്ണു എന്താണ് അങ്ങനെ പറഞ്ഞത്, തന്നോട് വരണ്ടാന്ന് പറഞ്ഞത് എന്നോർത്ത് ശങ്കരേട്ടനെ നിൽക്കുന്നുണ്ട്. ഇതേ സമയം ശാരദാമ്മ പോകുന്നത് സത്യഭാമയുടെ വീട്ടിലേക്കാണ്. മുറ്റത്ത് ചെന്ന ശാരദാമ്മ ശാലിനി എന്ന് വിളിക്കുകയാണ്. ശാരദാമ്മ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. സമയം ശാലിനി വിഷ്ണു വീട് ഇറക്കി വിട്ടതൊന്നും കഥയൊന്നും ശാരദാമ്മ അറിഞ്ഞിട്ടില്ല. തുടർന്ന് ശാലിനി എന്ന് ഇങ്ങനെ വിളിക്കുമ്പോൾ അകത്തു നിന്നും സുസ്മിതയും സത്യഭാമയെ ശ്രദ്ധിക്കുകയാണ്, ആരാണ് വിളിക്കുന്നത് എന്നുള്ളതോടുകൂടി. ആ സീൻ അത്രയും ആകുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. തുടർന്ന് ഇനി സുസ്മിത ശാരദാമ്മയെ വീണ്ടും അപമാനിക്കുമോ, കാര്യങ്ങളൊക്കെ അറിയുമോ, ശാരദാമ്മയുടെ റിയാക്ഷൻ എന്താകും എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ ഉടനെ രോഹിത്തിൻ്റെ വരവും ഉണ്ടാകും എന്ന് തന്നെയാണ് തോന്നുന്നത്. കുറച്ച് ലാഗ് ബാലചന്ദ്രൻ്റെ ആ ഒരു സീൻ ഇടയ്ക്ക് വന്നതിലാണ് കുറച്ചുകൂടി ലാഗ് ഉണ്ടായത്. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു.